ആത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ വാർഷിക തിരുനാൾ ആചരണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിൻ്റെ നവനാളിൻ്റെ 7-ാം ദിവസമാണ് ഇന്ന് നമ്മൾ മാതാവിൻ്റെ സ്തുതിക്കായി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ മറിയം വലിയൊരു ശക്തിയാണ്, ആശ്വാസമാണ്. അത് അങ്ങനെ മാതാവിൻ്റെ ഈ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. കൂടുതൽ അനുഭവവേദ്യമാകുന്നത് ഒരു മരിയൻ സാന്നിധ്യമാണ്. നമുക്കറിയാം, മാതാവിൻ്റെ ഈ വേളാങ്കണ്ണി പള്ളിയിലുള്ള നമ്മുടെ തീർത്ഥാടനം കുറെ കൂടി ഊർജം നൽകുന്നതാകട്ടെ. ഒരു ശക്തി സംഭരിച്ച് മാതാവിൻ്റെ അഭിഷേകവുമായി തിരികെ പോകാൻ ദൈവം എല്ലാവരെയും ഇടവരുത്തട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ തീർത്ഥാടനം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ പരിശുദ്ധ ബലിയർപ്പണവും നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ കുരിശിന്റെ ബലിപീഠത്തിൽ മരണം വരിക്കവേ തൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയം ഞങ്ങളുടെയും അമ്മയാകാൻ തിരുവുള്ളമായല്ലോ. ഈ അമ്മയുടെ സംരക്ഷണത്തിൽ സുരക്ഷിതരായി ഞങ്ങൾ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിൽ ആശ്വാസമടയുവാൻ
കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ണും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തു പോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ നവനാൾ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്ന് 5-ാം തീയതി
ഇനി 6, 7, 8 3 ദിവസം കൂടി ഉണ്ട്. ഇന്നത്തെ കൂടി കൂട്ടിയാൽ 4 ദിവസമുണ്ട്. മാതാവിനോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുക. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരത്തിയുടെ ജന്മദിനമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അപ്പോൾ ചിലവുണ്ട്, എനിക്ക് ചിലവ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ബർത്ത്ഡേ ചിലവ് ചോദിക്കും. മാതാവിനോട് ചോദിച്ചുകൂടെ? നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളും വേണം, ഭൗതിക അനുഗ്രഹങ്ങളും വേണം. ഒരു കുഞ്ഞിനെ ചോദിക്കുക, നല്ലൊരു ജോലി ചോദിക്കുക, വീട് പണി, കടബാധ്യത, സമാധാനം, മദ്യപാനാസക്തി മാറാൻ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. കാരണം നമുക്ക് ചെയ്യാൻ നമ്മുടെ കഴിവിന് പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുക. ഇനി നമ്മുടെ കഴിവിനപ്പുറമുള്ളത് ദൈവത്തോട് ചോദിക്കാം. ഇപ്പോൾ ഈശോ ഇന്നത്തെ വചനത്തിലെ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും, ജാഗരൂകരായിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും നമ്മളോടിപ്പോൾ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്കതറിയാം, തെറ്റാണെന്നറിയാം, എന്നാലും നമുക്കിഷ്ടമില്ല അതൊക്കെ മാറ്റാൻ. അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ അവിടെ നിൽക്കുകയല്ല, നമ്മൾ ഉപദേശമൊന്നും നമ്മൾ കേൾക്കുകയല്ല. അയാളുടെ അടുത്ത് പോകാൻ കൊള്ളില്ല, അയാൾ ഉപദേശിക്കും. പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം, അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അവർക്ക് അനുഗ്രഹം വേണം, അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും കിട്ടണം ഈശോയുടെ. അതിനു വേണ്ടിയിട്ടാണ് അവർ അതിരാവിലെ ഇങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് അത് നമുക്ക് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളാരും ഡേറ്റ് പറയാൻ ആളുകളല്ല. 8-ാം തീയതി എനിക്ക് അനുഗ്രഹം തരണം, സെപ്റ്റംബർ 8-ന് എനിക്കൊരു അനുഗ്രഹം തരണമെന്ന് പറയാൻ നമ്മളാരാ? ദൈവമല്ലേ എല്ലാത്തിനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. ദൈവത്തോട് സമയം പറയാൻ നമ്മൾ ആരെങ്കിലും ആണോ? കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4 മാസത്തിനുള്ളിൽ ഡിസംബർ 25 ഈശോയുടെ ബർത്ത്ഡേ. ഈശോയോടും ബർത്ത്ഡേ സമ്മാനം ചോദിക്കാം. 3.5 മാസത്തിനുള്ളിൽ കിട്ടേണ്ട ഒരു കാര്യം ചോദിക്കാം. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് മാസം ഏപ്രിൽ 5-ന് ഈസ്റ്ററാണ്. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചോദിക്കും. കല്ലറ പിളർക്കാൻ കഴിവുള്ളവന് ഒരു വിവാഹം നടത്തിത്തരാൻ കല്ലറ പിളർക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു കുഞ്ഞിനെ തരാൻ കല്ലറ പിളർക്കേണ്ട ബുദ്ധിമുട്ടുണ്ടോ? ഒരു ജോലി തരാൻ കല്ലറ പിളർക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ കഴിവുള്ളവന് ഇത് ചെയ്യാൻ സാധിക്കും. ചോദിക്കണം. ഇനി നമ്മൾ ദൈവത്തോട് സമയം പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ നമ്മൾ വേറെ ആരോട് പറയും? ആരോട് പറയും? മനുഷ്യരോട് പറയുമോ? ഇന്ന സമയത്തിനുള്ളിൽ മനുഷ്യരോട് പലരും പല അവധി പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടേണ്ട പൈസ പോലും കിട്ടിയിട്ടില്ല. കിട്ടേണ്ട പൈസ പോലെ അവധി പറഞ്ഞിട്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക്. ദൈവത്തിന് എല്ലാറ്റിനും ഉപരി നിൽക്കുന്ന ദൈവം നമ്മളെന്ന് അനുഗ്രഹിക്കും. ഇന്ന് മറിയം നമുക്കൊരാശ്വാസമാണ്. കാരണം ഞാനിങ്ങനെ ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷം, നമ്മൾ ഏറ്റവും കൂടുതൽ മാതാവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ്. മാതാവിൻ്റെ അടുക്കൽ വന്നവർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാവ് ചെന്നിടത്തൊക്കെ വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഈ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് ഒരു ദൗത്യം പറഞ്ഞിട്ട് പോവുകയാണല്ലോ. നമ്മളോടൊരു കാര്യം പറഞ്ഞ്, ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലായില്ല, ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഞാനൊരു അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം പറയാം. മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരുന്നില്ല അത്. അതുകൊണ്ട് മാലാഖ അതിന് മറുപടി പറഞ്ഞു. എന്നിട്ട് ലൂക്കാ 1:38 പറയുന്നതാണ്, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. ദൂതന് പോലും മടങ്ങിപ്പോകാൻ പറ്റിയ വിധത്തിൽ ഒരാശ്വാസം ഉണ്ടായി. കാരണം തന്നെ ഏൽപ്പിച്ച കാര്യം അത് മാതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ട് സമാധാനത്തിൽ പോകാൻ ദൂതന് പറ്റി. അതാണ് മാതാവിൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ ഒരാശ്വാസം ഉണ്ടാവും. ഇനി മാതാവ് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു. എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ
എലിസബത്തിന് വലിയ സന്തോഷമായി. കാരണം മാതാവിൻ്റെ ഒരു വർത്തമാനം തന്നെ പോസിറ്റീവ് എനർജിയായി മാറി. അവളുടെ ഉള്ളിൽ ശിശു കടന്ന് കുതിച്ചു ചാടി. മറിയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ചാടിച്ച പരിശുദ്ധാത്മാവാണ്. അത്രയും പോസിറ്റീവ് എനർജി. നമുക്ക് ചിലപ്പോൾ ഒരു ചിരിയൊക്കെ വരുള്ളൂ, പക്ഷേ ഇതിൻ്റെ ശരീരത്തിൽ പോലും എലിസബത്തിന് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായി. ഇനി ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അവർ ആട്ടിടയന്മാർ 16-ാമത്തെ വാക്യത്തിൽ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. മറിയത്തോടൊപ്പം ശിശുവിനെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം പൂർത്തിയാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റി. ദൂതൻ സന്തോഷത്തോടെ തിരിച്ചുപോയി, ഇടയന്മാർ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഇത് സമാധാനം കിട്ടുന്ന ഒരു സാന്നിധ്യമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കാൻ കൊണ്ടുവന്നപ്പോഴും കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത് ലൂക്ക 2:29 കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. മറിയം ചെല്ലണത് വരെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. പക്ഷെ മറിയം കുഞ്ഞിനുമായിട്ട് എന്നപ്പോൾ ശിമയോന് സമാധാനമായി, ഇനി എന്നെ വിട്ടയക്കൂ, എനിക്കിനി മരിച്ചാൽ മതി. അതാണ് മറിയത്തിൻ്റെ സാന്നിധ്യം, അനുഗ്രഹമാണ്. ഇനിയും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആണ് ആ രാജാക്കന്മാർ ഈശോയെ കാണാൻ വരുന്ന സംഭവം. അവർ നക്ഷത്രം കണ്ട് വന്നു. അവർ പുൽത്തൊട്ടിയിൽ അമ്മയായ മറിയത്തോടൊപ്പം ശിശുവിനെ കണ്ടു. എന്നിട്ട് അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യമാണ്. പിന്നീട് അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി. അവർ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലൂടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൊട്ടാരത്തിൽ കയറിയിട്ടാണ് അവർ ശിശുവിനെ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടു. അങ്ങനെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടു. എന്നിട്ട് അവർക്കൊരു കെണി മാറിപ്പോയി. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കെണി മാറിപ്പോയി. അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടപ്പോഴും അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി. ഇനിയും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം ഈശോയെ കാണാതെ പോയ അവസരത്തിൽ അവർ രണ്ടുപേരും മാതാവ് യോസേപ്പിതാവും ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട് ദേവാലയത്തിൽ. അപ്പം അമ്മ ചോദിക്കുന്നു, മകനെ, നീ എന്താണ് മകനെ ഇങ്ങനെ കാണിച്ചത്? അപ്പം അമ്മയുടെ ഒരു വർത്തമാനം, ഒരു മാതൃവാത്സല്യം നിറഞ്ഞ വർത്തമാനം. അത് കഴിഞ്ഞിട്ടും 51-ാമത്തെ വാക്യം ലൂക്ക 2:51, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ഒരു വർത്തമാനം ഈശോയ്ക്ക് പോലും വലിയൊരു വിധേയത്വത്തിലേക്ക് വളരാനായിട്ട് സാധിച്ചു. അതാണ്. ഇനിയും കാനായിലെ കല്യാണ നാൾ നമുക്കറിയാമല്ലോ. അമ്മയോടൊപ്പമാണ് ഈശോ ആ കല്യാണ നാളിൽ പോയത്. അവർക്ക് ആ കല്യാണ നാളിലെ പ്രതിസന്ധി അവർക്ക് അത് ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റിക്കൊടുത്തു. അത് അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ബൈബിളിൽ എല്ലായിടത്തും ഒരു ആശ്വാസമാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ വളരെ സങ്കടത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് സഹനങ്ങളെപ്പോഴും ശാരീരിക സഹനങ്ങളും ഉണ്ടാകും, മാനസിക സഹനങ്ങളും ഉണ്ടാകും. മനസ്സിങ്ങനെ തകർന്നു പോകും. ഈശോയ്ക്ക് ശാരീരിക സഹനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതാ. അപ്പം അത് പോരാ, ആ ശാരീരിക സഹനം പോരാ. അതുകൊണ്ട് യൂദാസിനെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് മാനസിക സഹനവും കൂടി കൊടുത്തു. യൂദാസിനെ മുൻപിൽ നിർത്തിയത് ആരാ? നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ്, വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അപ്പാ യൂദാസിനെ ഒന്ന് മാറ്റിത്താപ്പാ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവം മാറ്റിക്കൊടുത്തില്ല. കാരണം യൂദാസിനെ മുൻപിൽ നിർത്തിയാലേ മാനസിക സഹനം കൂടി കിട്ടൂ. അങ്ങനെ സഹനം പൂർണ്ണമാകൂ. ശരീരത്തിൽ മാത്രം സഹിച്ചാൽ പോരാ, മനസ്സിലും സഹനം ഉണ്ടാകണം. അപ്പോഴാണ് സഹനത്തിൻ്റെ പൂർണ്ണത ഈശോയിൽ വരിക. അപ്പൊ യൂദാസിനെ മുൻപിൽ നിർത്തിയത് ആരാണ്? യൂദാസിനെ ഈശോയുടെ മുൻപിൽ നിർത്തിയത് ആരാണ്? ദൈവം. അപ്പോൾ
അപ്പം മദ്യപാനം ഇല്ല, മദ്യാസക്തി, അതിനെക്കുറിച്ചൊക്കെയല്ലേ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചത്. അപ്പം മദ്യപാനം എന്നൊരു കാര്യം ചിലപ്പോൾ കുടുംബത്തിലുണ്ടാകാം. ഈ മദ്യപാനി സന്തോഷിക്കണ്ട, എൻ്റെ ഭാര്യയുടെ മുമ്പ് നിർത്തുന്ന ദൈവമാണ്, അവൾ നന്നാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കണ്ട. കാരണം ദൈവത്തിൻ്റെ ആലയമാണല്ലോ നമ്മുടെ ശരീരം. ഇപ്പം ശരീരത്തെ, നിങ്ങളുടെ ശരീരം അത് നിങ്ങളുടേതല്ല എന്ന വചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:19. നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല. വിചാരമുണ്ടോ നിങ്ങളുടെ ശരീരമാണെന്ന്? നമ്മുടെ ശരീരം നമ്മുടേതാണെന്ന് വിചാരമുണ്ടോ? കരള്, കിഡ്നി, ഇങ്ങനെയുള്ള അന്നനാളം, കരള്, കിഡ്നി, ഇതിലൂടെ ഈ ആൽക്കഹോൾ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, മദ്യപിക്കുന്നവരെ, നിങ്ങൾക്ക് കരള് പ്രവർത്തിപ്പിക്കാൻ സാധിക്കോ? നിങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ കരള് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കിഡ്നി പ്രവർത്തിക്കുന്നത്? അപ്പൊ ദൈവം ഒരു വലിയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നശിപ്പിക്കാമോ? അങ്ങനെ ഒരു കാര്യം ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ദൈവമേ എനിക്ക് ജോലി തരണേ, ദൈവമേ എനിക്ക് ജോലി തരണേ. ഒരു സ്ഥലത്ത് ദൈവത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഭയങ്കര പ്രാർത്ഥന. ഒരു വീട്ടിലൊരു മകൻ്റെ കല്യാണം കഴിഞ്ഞു, ഇളയവൻ്റെ, മൂത്തവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അച്ഛാ മൂത്തവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കുടുംബമായിട്ട് വന്നതാ, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ പരിചയമുള്ളതുകൊണ്ട് അവരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ, അവർ താമസിക്കുന്നിടത്തൊന്ന് പോകാനിടയായി. അപ്പോൾ മദ്യസേവ, ഇത് മാറ്റാൻ പറ്റുകയില്ല. നമുക്ക് മദ്യപാനം നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹമാണ്, മകൻ്റെ കല്യാണം നടക്കണം, പക്ഷേ എൻ്റെ കക്ഷത്തിരിക്കണ ഒരു തിന്മ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അത് വിടാതെ, വിടാതെ ഉത്തരത്തിരിക്കുന്ന അനുഗ്രഹം കിട്ടുമോ? കൈ പോലെ ഒന്നും ഉയർത്താൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പോൾ പക്ഷേ മദ്യപാനികൾ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യമാര് ഇവിടെ താൻ എന്തിനാണോ മദ്യപിക്കുന്നത് എന്ന് പറഞ്ഞ് ഒച്ചയിടുന്നതിന് പകരം എൻ്റെ മുൻപിലൊരു മദ്യപാനിയെ നിർത്തുന്നത് ഞാനും കൂടി നന്നാകാൻ വേണ്ടിയിട്ടാണെങ്കിലോ, എൻ്റെ ഈ ചാട്ടം, എൻ്റെ ദേഷ്യം, എൻ്റെ പിറുപിറുപ്പ്, ഇതൊന്ന് മാറ്റിയെടുക്കാൻ ദൈവം മദ്യപാനിയെ മുൻപിൽ നിർത്തിയിട്ട് എന്നെ കൂടി നന്നാക്കാൻ ദൈവം പരിശ്രമിക്കുകയാണെങ്കിലോ. അപ്പം അത് അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കൂട്ടർക്ക് ഉപകാരമാണ്, 2 കൂട്ടരും നന്നാവും. ഇനി ഇവരുടെ ചാട്ടം തീരുമ്പോൾ, ദേഷ്യം തീരുമ്പോൾ മദ്യപാനവും തീർന്നിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഭാര്യ ഭയങ്കര ദേഷ്യമായിരിക്കും വീട്ടിൽ, ഭാര്യയുടെ ദേഷ്യം എന്ന് അവസാനിക്കുന്നോ അപ്പം നന്നായി. കർത്താവ് ആഗ്രഹിച്ചതാ ഭാര്യ നന്നാകണം, അതിനു വേണ്ടിയിട്ടാണ് മദ്യപാനെ മുന്നിൽ നിർത്തിയത്. അത് നന്നായി വരുമ്പോൾ, അവരുടെ ദേഷ്യം മാറുമ്പോൾ വീട്ടുകാരൻ്റെ മദ്യപാനവും മാറിയിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം. നിങ്ങളുടെ പിറുപിറുപ്പും ദേഷ്യം എന്ന് മാറുന്നോ അന്ന് നിങ്ങളുടെ വീട്ടുകാരൻ്റെ മദ്യപാനം മാറിയിരിക്കും. അത് മറിയത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മറിയം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തെ ഇങ്ങനെ സ്വീകരിച്ച ആലയം. ആ ആലയം മറിയം കളങ്കപ്പെടുത്താതെ സൂക്ഷിച്ചു. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ ബലഹീനര്, നിങ്ങൾക്ക് ബലഹീനതയുണ്ടെങ്കിൽ, ദേഷ്യപ്പെടുന്ന ബലഹീനതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മദ്യപാനമെന്ന ബലഹീനത ഉണ്ടെങ്കിൽ, മറിയം ദൈവത്തെ സ്വീകരിച്ച നിമിഷം മുതൽ പിന്നെ വേറൊന്നിനും ഇടം കൊടുത്തിട്ടില്ല. അത് കുരിശിൻ്റെ ചുവട് വരെ മറിയം കർത്താവിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു. നിനക്ക് മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ പ്രത്യേകമായ ദൈവ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് തന്നതല്ലേ, നീ എന്തേ അത് വളർത്താത്തത്? ഇനി തെറ്റായ പ്രണയബന്ധം അതൊരു ബലഹീനതയാണല്ലോ. ആര് പറഞ്ഞാലും ഉപദേശിച്ചാലും ഒന്നും കേൾക്കില്ല. തെറ്റായ പ്രണയബന്ധം, കുടുംബത്തിന് ചേരാത്തത്, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ, ഇത് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുക്കലേക്കാണ് ദൈവദൂതൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്ക 1:27 ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശുദ്ധ, കന്യക, ഭക്ത എന്നൊക്കെയാണ് അർത്ഥം. അപ്പം മറിയത്തിൻ്റെ അടുക്കൽ വന്ന്, മറിയത്തിൻ്റെ നിത്യ കന്യക എന്ന ദൈവ ചിന്ത അല്ലെങ്കിൽ ആ പ്രബോധനം നമ്മൾ സഭയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. AD 649. അപ്പം തെറ്റായ ബന്ധങ്ങളിലൂടെ പോയിട്ട് വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങൾ, തെറ്റായ മെസ്സേജുകൾ അയക്കൽ, ഇങ്ങനെയുള്ളൊരു ബലഹീനത നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ നിങ്ങളെ സഹായിക്കും. പരിശുദ്ധമ്മ ശുദ്ധയായ ഒരു സ്ത്രീയാണ്. ശുദ്ധ, ജന്മപാപം പോലുമില്ല.
ഒരു പാപമില്ലാത്തവൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇനിയും നമുക്കിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഈശോയെ കാണാൻ വേണ്ടി മാതാവും ശിഷ്യരും ഒന്ന് കാത്തു നിൽക്കുക, പുറത്ത് നിൽക്കുക, കാത്തു നിൽക്കുക. നമുക്ക് ചില നേരം ഒന്നും കാത്തു നിൽക്കാൻ പറ്റുകയില്ല. പല മേഖലയിൽ ചിലത് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരും. എത്ര നേരമായി നിന്നോട് പറയണത്? അത് നമുക്കങ്ങനെ വരും, സ്വാഭാവികമായിട്ടും വരും. പക്ഷേ മറിയത്തിൻ്റെ ക്ഷമ, കാത്തിരിക്കാനുള്ള ക്ഷമ, അത് എല്ലാം സംഭവിക്കുന്നത് വരെ കുരിശിൻ്റെ ചുവട്ടിലൂടെയൊക്കെ നടന്ന് എല്ലാം ഇങ്ങനെ കാത്തിരുന്ന് സ്വീകരിക്കാനുള്ള മറിയത്തിൻ്റെ ക്ഷമ നമുക്കത് മാതൃകയാണ്. ഇനി കാനായിലെ കല്യാണ നാളിൽ അവർക്ക് അബദ്ധം പറ്റി. നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ടല്ലോ. ക്രയവിക്രയങ്ങളിൽ, കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കടബാധ്യത. ചില കാര്യങ്ങൾ, വിവാഹ കാര്യങ്ങൾ പോലും നേരാം വണ്ണം അന്വേഷിക്കാതെ ചെയ്തതുകൊണ്ട് അബദ്ധം പറ്റിയവരുണ്ട്. അബദ്ധങ്ങളെ നന്മയാക്കാൻ മാതാവിൻ്റെ സാന്നിധ്യം വളരെ അത്ഭുതകരമാണ്. കാരണം കാനായിലെ കല്യാണ നാള് അവിടെ വീഞ്ഞ് തീർന്നു പോയതിന് കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ അവർ കൂടുതൽ ആളുകളെ വിളിച്ചു കാണാം, കുറച്ച് ഭക്ഷണം വെച്ച് കാണാം, ഇങ്ങനെ എന്തെങ്കിലും. അപ്പോൾ മാതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അമ്മ പറ്റിപ്പോയ അമ്മ, എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ഈശോയോട് ആ കാര്യം പറഞ്ഞത്. അപ്പോൾ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നതുണ്ട്. അതൊരു ബലഹീനതയാണെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമാണ്. ഇനി ശരീരത്തിൽ കുറവുകളുള്ളവരുണ്ടാകാം. ശരീരത്തിൽ കുറവുകൾ, നമുക്ക് അപ്പനും അമ്മയുടെ ഷേപ്പല്ലേ നമുക്ക്. അപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് അപ്പനും അമ്മയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലും അപ്പനും അമ്മയുടെ രീതികൾ വരാം. ഇൻ്റലക്ച്വൽ ആസ്പെക്ട്, സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇമോഷണൽ, ഇതെല്ലാം രൂപം വരാമെങ്കിൽ, അപ്പനും അമ്മയുടെ രൂപം വരാമെങ്കിൽ അപ്പനമ്മയുടെ ബുദ്ധിയും അപ്പനമ്മയുടെ കഴിവുകളും അപ്പനമ്മയുടെ കഴിവുകേടുകളും അപ്പനമ്മയുടെ ബലഹീനതകളും ഒക്കെ നമുക്ക് വരാം. അപ്പം അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് മാറും. ലൂക്ക 2:52 എന്താ? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. 7 വയസ്സായിട്ടും കൊച്ച് സംസാരിക്കുന്നില്ല. അപ്പം പ്രായത്തിൽ വളർന്നിട്ടില്ല. 7 വയസ്സായിട്ടും കൊച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ പ്രായത്തിൽ വളർന്നിട്ടില്ല. ഈശോയെ പ്രായത്തിൽ വളർത്തിയതാരാ? മറിയം. പ്രായത്തിൽ വളർത്താൻ മറിയത്തിന് സാധിക്കും. നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-21 ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. നമ്മളൊരു ഫാൻ കേടായാൽ ആ ഫാനിന് കുറേ നാൾ സ്വരം ഉണ്ടായിരുന്നു. ഇപ്പം സ്വരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഫാൻ കേടായാൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ഫാൻ നന്നാക്കുന്നയാൾ, ഇത് പ്രത്യേക ഫാൻ ആയതുകൊണ്ട് ഈ പ്രത്യേക ഫാൻ നന്നാക്കുന്നയാൾക്ക് മാത്രമേ ഇത് നന്നാക്കാൻ പറ്റുള്ളൂ. നമ്മളെ സൃഷ്ടിച്ചതാരാണ്? നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവം തൊട്ടാൽ പോരെ. ദൈവം തൊടുന്ന അനുഭവങ്ങളല്ലേ കുമ്പസാരം, കുർബാന സ്വീകരണം. ഇനി ഈ ദൈവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന പരിശുദ്ധ മറിയത്തിന് ദൈവത്തെ കൊണ്ട് തൊടിയിക്കാൻ സാധിക്കില്ലേ? ദൈവത്തെ കൊണ്ട് തൊടിയിക്കാൻ സാധിക്കും. അതാണ് മറിയത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ശാരീരികമായ കുറവുകൾ ഉണ്ടെങ്കിലും, അതുകൊണ്ടാണല്ലോ ഈ മാതാവിനെ വിളിക്കുന്നത് ആരോഗ്യമാതാവ്. ആരോഗ്യമാതാവ്. മറിയത്തിന് നമ്മുടെ കുറവുകളെ, ശാരീരിക ബലഹീനതകളെ പോലും മാറ്റാനായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. ആരും അറിയാത്ത രഹസ്യ ബലഹീനതകൾ പോലും ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കുറവുകളുണ്ട്. അതൊക്കെ എല്ലാം ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധ അമ്മേ തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അമ്മേ അമ്മേ മാമരേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ നവനാളിൻ്റെ ഈ 7-ാം ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന് ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണമേ. ആമേൻ.
നമുക്ക് കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കാം. നമുക്ക് സ്തോത്ര കാഴ്ചകൾ നൽകാം. കർത്താവെ, ഈ ജനം ഇപ്പോൾ കൈകളിൽ പിടിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെ ആശീർവദിക്കണമേ. ഇത് നൽകുമ്പോൾ ഇവരുടെ വരുമാന മാർഗങ്ങളെ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങ് പരിഹരിക്കണമേ. ഇത് അതിനുള്ളൊരു വഴിയാക്കി അങ്ങ് മാറ്റണമേ. കൊടുക്കുമ്പോൾ 7 ഇരട്ടി നൽകുന്ന ദൈവം ഇവർക്ക് ഈ നൽകുന്നവർക്കെല്ലാവർക്കും പ്രത്യേകമായൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സംസ്ഥയുടെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച കാണിക്കകൾ തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞ് കന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴി അങ്ങേ പുത്രനായ കർത്താവിനോട് നിരന്തരം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം
പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. മാതാവിൻ്റെ ജന്മദിനത്തിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസീദാസന്മാരോടും അവിടെ പ്രാർത്ഥനകളോടും അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹിത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിത്രാണത്തിൻ്റെയും ജീവന്റെയും അച്ചാരം സ്വീകരിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സഭാകന്യകാമറിയത്തിൻ്റെ മാതൃസഹജമായ സഹായത്താൽ സകല ജനങ്ങളെയും സുവിശേഷ പ്രഘോഷണത്താൽ പഠിപ്പിക്കുകയും ഭൂതലമഖിലം ആത്മാവിൻ്റെ വർഷത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.